അപ്പൊ നമ്മൾ തിരിച്ചെത്തുമ്പോൾ ബ്രസീൽ ആരാധകരുടെ പ്രതികരണങ്ങൾ കൂടി കാണാം. സൂപ്പർ താരം നെയ്മാർ ഇല്ലെങ്കിലും ബ്രസീൽ ജയിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ. തിരിച്ചു വരുന്ന കൺഫേമാ, 100% ഉറപ്പാ. തിരിച്ചു വരൂ ബ്രസീൽ, കൺഫേമാ. നെയ്മറിന്റെ ആവശ്യമൊന്നുമില്ല ബ്രസീൽ ജയിക്കാൻ. അടുത്ത കളി എന്തായാലും ജയിക്കും, രണ്ടാമത്തെ കളി ജയിക്കും. ബ്രസീലല്ലേ ഓട്ടോ അർജന്റീന ജയിച്ചു. നാളെ തിരിച്ചു വരിക വെച്ചാൽ നെയ്മറില്ലല്ലോ. നെയ്മർ കളിക്കാത്തതുകൊണ്ട് പ്രയാസമാണ്. നെയ്മറില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. നെയ്മർ ഇല്ലെങ്കിലും ടീം ശക്തി തന്നെയാണ്. റാഫീഞ്ഞ ഉണ്ട്, വിനീഷ്യസ് ഉണ്ട്. എന്നാലും വരട്ടെ. 2-0 നെയ്മർ ഇറങ്ങില്ല, വിനീഷ്യസ് അടിക്കും 2-0. എൻ്റെ തള്ളി ലോക്കൽ ടീമല്ലേ, അതാകുമ്പോൾ ജയിക്കാനാണ് സാധ്യത. ഇപ്പം നെയ്മർ സ്ട്രക്ചറിന് അറിയിക്കണമെന്ന് അറിയില്ല. നെയ്മർ സ്ട്രക്ചറിന് അറിയിക്കുകയാണെന്ന് വെച്ചാൽ ഒരു കഴിച്ചിലാവുന്നതാണ് പറയുന്നത്. കപ്പ് ഫൈനലിൽ എത്തൂല, സെക്കൻഡ് റൗണ്ട് കടന്നാൽ കഴിച്ചില്ല, അത്രേ ഉള്ളൂ. എന്താണ് ഇപ്പം അത് കളി കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും നെയ്മറിന് ഇറങ്ങുന്നൊക്കെ പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ ഇറങ്ങൂലെന്നും പറയണ കേൾക്കുന്നുണ്ട്. നാളെ നെയ്മർ ഇറങ്ങില്ലല്ലോ, അതിനെ കൊണ്ട് പറയാൻ പറ്റില്ല. ടീം ശക്തരാ അന്നൊന്നും അല്ലേ. നമ്മൾ അർജന്റീന ആണ്, നമ്മൾ കപ്പടിക്കും. ജയിക്കലുണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യം 1-1 സമനില പിടിച്ചല്ലേ. ബ്രസീൽ ജയിക്കും ഇൻഷാല്ലാ. ബ്രസീൽ ജയിക്കണമെന്നാലും നമുക്ക് അടുത്ത കളികളൊക്കെ കാണാൻ ഒരു സുഖം ഉണ്ടാവുള്ളൂ. കിട്ടും നെയ്മർ കൊണ്ടുപോകാതിരിക്കാം. നാളത്തെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കളി വെച്ച് നോക്കുമ്പോൾ നെയ്മർ ഇല്ലാത്തൊരു അഗാധം നല്ലോണം അറിയാൻ മാത്രമാണ്. നാളത്തെ കളി നെയ്മർ ഇല്ലാന്നാണ്. പക്ഷെ എന്തുകൊണ്ടും ബ്രസീൽ തിരിച്ചു വരും. ബ്രസീലിന്റെ ഒരു കോർ പ്ലെയർ ആണ് നെയ്മർ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ബ്രസീലിന്റെ ഭാവി എന്താണെന്ന് വെച്ചാൽ അത് പുള്ളിയിൽ മാത്രമല്ല, ബാക്കി പ്ലേയേഴ്സും ഉണ്ട്. ഒരു കോർ പ്ലെയർ ആണ്, അതൊരു ചെറിയൊരു ലോസ് വരും. പക്ഷെ അതുപോലത്തെ ഒരു പ്ലെയറിനെ കിട്ടുമ്പോൾ അതങ്ങോട്ട് മാറും. അപ്പൊ ഈ സമയത്ത് ഒരു ഗ്യാപ്പ് ഉണ്ടാവും, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ബ്രസീലിന്റെ ഭാവി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കളിയുടെ ഒരു രീതി കണ്ടിട്ട് ഒരുപാട് നല്ല ടീമുകൾ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിന്റെ ക്രൊയേഷ്യയുടെ ടീമിലൊക്കെ ഉള്ള ആ ഒരു സ്ട്രോങ് പ്ലേ മാച്ചിങ് വേണം. പിന്നെ ഒരു പ്ലേ മേക്കിംഗ് സ്റ്റാർ ഇല്ലെങ്കിൽ ഒരു ടീമിന് ഇപ്പോൾ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതാണ് എനിക്ക് തോന്നുന്നത് കളി കണ്ടിട്ട്. ഈ വർഷം ബ്രസീൽ ഫസ്റ്റ് റൗണ്ട് തന്നെ തോക്കാൻ സാധ്യത ഉണ്ട്. കാരണം നെയ്മർ ഒരു നല്ല ഇമ്പാക്റ്റ് ഉള്ള ഒരു പ്ലെയർ ആയിരുന്നു ബ്രസീൽ. പക്ഷെ ഈ വർഷം നെയ്മർ ഇല്ലെങ്കിൽ ഇതായിരിക്കും. കാരണം ഫസ്റ്റ് കളി നമ്മൾ കണ്ടില്ലേ,